ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ, നമസ്കാരം. എൻ്റെ ട്രിവാൻഡ്രം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണാം. ട്രിവാൻഡ്രത്തിലെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാം. ഡു വാച്ച് ആൻഡ് എൻജോയ്. എൻ്റെ ട്രാവൽ മേറ്റ് ആസ് യൂഷ്വൽ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. നമ്മളൊരു ഓട്ടോ കയറിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മുടെ സ്വന്തം സെക്രട്ടേറിയറ്റ് ആണ്. കറക്റ്റ് അവിടെ മുന്നിലെത്തിയപ്പോൾ തന്നെ ഒരു ട്രാഫിക് ബ്ലോക്ക് കിട്ടിയിട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ദൈവം അവിടെ ഉണ്ടാക്കിയൊരു ട്രാഫിക് ബ്ലോക്കാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവിടെ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതല്ലേ. അങ്ങനെ ബ്ലോക്കൊക്കെ മറികടന്ന് നമ്മളിപ്പോൾ ശാന്തസുന്ദരമായ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റിസർവ് ബാങ്കിന്റെ ഫ്രണ്ടിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഈ യൂട്യൂബ് ചാനൽ ഉണ്ട്, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ്. അത് ശരി. ഞങ്ങളുടെ ഓട്ടോ ചേട്ടൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. എല്ലാ സ്ഥലവും ഞങ്ങൾക്ക് വിശദമായി പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരുന്നു. കുറേ വട്ടം വന്നതാണെങ്കിലും എനിക്കിപ്പോഴും അവിടുത്തെ വഴികളൊക്കെ മാറിപ്പോവാറുണ്ട്. പിന്നെ ഇപ്പം കാണുന്നത് സൂവിൻ്റെ പുറത്തുള്ള മതിലാണ്. അതാണ് എല്ലാ ജീവജാലങ്ങളെയും അവിടെ എങ്ങനെ പെയിന്റ് അടിച്ച് വെച്ചേക്കുന്നത്. ക്ലിഫ് ഹൗസ് അല്ലേ? അങ്ങനെ വിവേകാനന്ദന്റെ പ്രതിമയും അവിടുത്തെ രാജകുടുംബം താമസിക്കുന്ന സ്ഥലവും ഒക്കെ ഞങ്ങൾക്ക് ഓട്ടോ ചേട്ടൻ കാണിച്ചു തന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു n നമ്പർ ഓഫ് ഓഫീസുകളുടെ പേര് പുള്ളിക്കാരൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ അതൊന്നും ഓർമ്മയില്ല നിങ്ങൾക്ക് വേണ്ടി പറയാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തി. ഈ ഒരു കാര്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നതെന്ന്. ദൂരദർശന്റെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡിലായിരുന്നു ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത്. ആവശ്യം തികച്ചും പ്രൈവറ്റ് ആയതുകൊണ്ട് പറയാതിരിക്കുന്നതാണേ. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത്. നമ്മുടെ നാട്ടിൽ നടത്തുന്ന കേരളോത്സവമൊക്കെ ഈ ഒരു ഓഫീസിൽ നിന്നാണ് ഓർഗനൈസ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ നമ്മുടെ യൂത്തിൻ്റെ വെൽഫെയർ ഒക്കെ നോക്കുന്ന ഓഫീസാണ്. കുടപ്പനക്കുന്ന് എന്ന സ്ഥലത്താണ് ഈ ഒരു ഓഫീസ് ഉള്ളത്. അങ്ങനെ കുറച്ചു നേരം കത്തിയടിച്ച് ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് സ്ഥലം. ഇതാണ് ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന് PO ദൂരദർശൻ കേന്ദ്രം. ഇതാണ്. ഏതായാലും അവിടെ വരെ എത്തിയതല്ലേ എന്ന് വിചാരിച്ചു ആ ബോർഡിന്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. ഒരുമിച്ച് കിട്ടിയില്ല, സിംഗിൾ ആയിട്ടാണ് എടുത്തത്. ചേട്ടൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് ഞാൻ പുറത്തൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബേക്കറിയിൽ ബോളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു ചേച്ചി. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. ജസ്റ്റ് ഞാൻ അതിൻ്റെ ക്ലിപ്സ് ഇടാം അവിടെ. അങ്ങനെ നമ്മൾ കുടപ്പനക്കുന്ന് എന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് അവരുടെ ഓഫീസും ഉണ്ടായിരുന്നത്. സോ ഓട്ടോയ്ക്കാണ് തിരിച്ചു പോകുന്നത്. തിരിച്ച് അങ്ങനെ റൂമിലെത്തി. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛൻ ഒഫീഷ്യൽ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പം ഇവിടെയാണ് താമസിക്കാറ്. ആ ഒരു കെയർ ഓഫിലാണ് നമുക്ക് അവിടെ ഒരു റൂം കിട്ടിയത്. സോ നല്ല റൂമായിരുന്നു. സിറ്റിക്ക് അകത്തായതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളായിരുന്നു റൂമിൽ നിന്നുണ്ടായിരുന്നത്. അത് ഭയങ്കര വലിയൊരു സൗകര്യമായിരുന്നു. ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് തന്നെ ഇറങ്ങാനുള്ള ഒരു പോക്കാണ് ആ പോകുന്നത്. കാരണം നമുക്കവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങൾ മൈൻഡിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ വന്നത് തന്നെ. ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, വളരെ പഴയതാണ്. പക്ഷെ അങ്ങനെ ഒരു ലുക്കേ ഇല്ല. ഒരു ആസ്തറ്റിക് വൈബ് തരുന്ന ഒരു ബിൽഡിംഗ്. അവിടുത്തെ കുഷ്യൻസ് ആണെങ്കിലും ശരി,
നടന്നു പോകുന്ന പാത്ത് വേ ആണെങ്കിലും ശരി, ഒരു പഴയ ഒരു ഇത് കിട്ടും നമുക്ക്, ആ ഒരു വൈബ് കിട്ടും. എന്നാൽ നല്ല റൂമുമാണ്. പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനേ, ശ്രീ പാർവതിയുടയ തനയ ക്രിയ ഗജമുഖ പാലകനേ. കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അവിടെ മൊത്തം കിഴക്കേക്കോട്ട 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 എന്ന് കേൾക്കുന്നുണ്ട്. ഗൈസ്, ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് മഹാബോളിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ പാലട പായസവും ബോളിയും നമുക്ക് ട്രൈ ചെയ്യാം. നല്ല ചൂട് ബോളിയാണ്. ഫുൾ ഗീയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളി സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പാലട പായസമാണ് 500 മില്ലിയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കടലപ്പായസവും ഉണ്ട്. കടലപ്പായസം ഇഷ്ടമില്ലാത്തവർക്ക് പാലട പായസം ട്രൈ ചെയ്യാം. പാലട പായസവും കടലപ്പായസവും ഒരുമിച്ച് ട്രൈ ചെയ്യാം. എന്തിനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ എന്തായാലും പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നതും കൂടെ കാണാം കേട്ടോ. നന്നായിട്ട് ഇളക്കി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ട്രൈ ചെയ്യാവേ. കൈ കഴിക്കും. ഇവിടുന്ന് സൈഡിൽ നിന്ന് കുറച്ച് പൊട്ടിച്ചിട്ട് പായസത്തിലൊന്ന് മുക്കി കഴിക്കുക അല്ലേ. എങ്ങനെയുണ്ട്? സൂപ്പറാ. പായസപ്പൊതിയാണ്. കഴിച്ചു വരുന്നത്. ഷുഗർ കൂടി ഞാനിപ്പം മരിക്കും കഴിച്ചു. ബോളി കഴിച്ചു, പത്മനാഭസ്വാമീനെ ജസ്റ്റ് ഒന്ന് കണ്ടു, പഴവങ്ങാടി ഗണപതിനെ ജസ്റ്റ് ഒന്ന് കണ്ട് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് തന്നെ പോയി. രാത്രിയിലെ ഫുഡ് അവിടെ നിന്ന് സൊമാറ്റോ വഴി ഓർഡർ ചെയ്തു. നമ്മൾ ഹോട്ടൽ ഏതാണ് നല്ലതെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് സംസം കുറച്ച് കേട്ട് പരിചയമുണ്ട്. അതിൻ്റെ മുന്നേ എൻ്റെ യൂണിവേഴ്സിറ്റി ട്രിവാൻഡ്രത്താണ്, കേരള യൂണിവേഴ്സിറ്റിയാണ് ഞാൻ പഠിച്ചത്. സോ ആ സമയത്ത് പോകുമ്പം അവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് പാക്കേജിൻ്റെ ഉള്ളിൽ തന്നെ അവർ കുറച്ച് ബ്രോഷേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ സ്പെഷ്യൽ ഐറ്റംസിൻ്റെ ഒക്കെ ബ്രോഷേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിലുണ്ടായിരുന്ന ഒരു കോംബോ തന്നെയാണ് നമ്മൾ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മന്തി പ്ലസ് ഷവായ കോംബോ ആണ്. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള ഒരു സാധനമാണ് സംസമിലെ മന്തിയും ഷവായും എന്ന് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഭയങ്കര പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയനാണ്. ഇവിടെ നിന്ന് കാലിക്കറ്റിൽ ഫുഡ് കഴിച്ചു പോയത് കൊണ്ടായിരിക്കാം. അപ്പം ഞാനിപ്പം എൻ്റെ വേറെ ഫ്രണ്ട്സിനോട്, അതായത് കാലിക്കറ്റ് അല്ലാത്ത ആളുകളടുത്ത് പോയി നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു തർക്കത്തിൽ ഏർപ്പെടാറുണ്ട് ഫുഡിനെ പറ്റിയിട്ട്. പക്ഷേ ആക്ച്വലി നിങ്ങളിവിടെ വന്ന് കഴിച്ചിട്ട് അവിടുത്തെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഒപ്പീനിയൻ തന്നെ ആയിരിക്കും. അല്ലാതെ ഇവിടുത്തെ നമ്മൾ വെറുതെ പറയുന്നതല്ല എത്ര നല്ലതാണെന്ന്. നമ്മൾ കഴിച്ച് നോക്കിയിട്ട് അവിടുത്തെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം പത്മനാഭസ്വാമി പ്രിൻറ്റുള്ള സാരി കൊടുത്തിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോയത്. എൻ്റെ ഷോപ്പിലെ സാരി തന്നെയാണ്. ഈ ഒരു പ്രിൻറ്റ് വന്നപ്പോൾ തന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാരി എടുത്തിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ പോകണമെന്ന്. കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ സമയത്ത് ഈ സാരി ഇല്ലായിരുന്നു. പതുക്കട്ടാ പതുക്കെ.
അങ്ങനെ കുറച്ച് റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തു, ചേട്ടനെ കൊണ്ട് കുറച്ച് അഭിനയിപ്പിച്ചു, അതിനുശേഷം എൻ്റെ ഇൻട്രോ എടുത്തു. അങ്ങനെ കുറേ നേരം വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അകത്ത് കയറി തൊഴുതു പുറത്തേക്ക് ഇറങ്ങി. പിറ്റേ ദിവസമായിരുന്നു അവിടെ മുറജപത്തിനായിട്ട് മോഹൻലാൽ വരുന്ന ദിവസം. അപ്പം അതിൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന സ്റ്റേജിൽ ഇരുന്നിട്ടായിരുന്നു കേട്ടോ അന്ന് വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. മോഹൻലാൽ വന്നിട്ട് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അതിവിടെ വെച്ചായിരുന്നു. പിന്നെ അവിടെ മഴയും വെയിലും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറിയ സമയത്ത്. പിന്നെ അവിടെ ലക്ഷദ്വീപം നടക്കുന്നത് ഈ വരുന്ന 2026 ജാനുവരിയിലാണ്. വരാൻ പറ്റുന്നവർക്ക് വരാം, ഒക്കെ ഒരു ഭാഗ്യമല്ലേ. കഴിയുകയാണെങ്കിൽ ഞാനും പോകും. അപ്പം ഇനി നമ്മൾ അവിടെ പോയി തൊഴുതു തിരിച്ച് പോവും. പിന്നെ ഞങ്ങൾ പോയത് നേരെ മ്യൂസിയത്തിലേക്കാണ്. മ്യൂസിയത്തിലും സൂവിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. അപ്പം മ്യൂസിയത്തിൽ പോയിട്ട് സോൾട്ട് ആൻഡ് പേപ്പറിലെ കുറച്ച് ലൊക്കേഷൻസൊക്കെ വീഡിയോ എടുത്തിട്ട് അതൊരു വീഡിയോ ആക്കി ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. കഴിയുകയാണെങ്കിൽ ഇടാം. ഇതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ്. കുറേയധികം ഫിലിംസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നേപ്പിയർ മ്യൂസിയം എന്നാണ് പേര്. നമ്മുടെ ഫോർമർ മദ്രാസ് ഗവർണർ ജനറൽ ജോൺ നേപ്പിയറിൻ്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് 1855 ഈ സെയിം സ്ഥലത്ത് വെച്ചാണ് ശ്വേത മേനൻ സോൾട്ട് ആൻഡ് പെപ്പർ മൂവിയിൽ ക്ലൈമാക്സിൽ ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്നത്. അതൊന്ന് ഡിക്റ്റോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു നടത്തൊക്കെ നടക്കുന്നത് കേട്ടോ. എൻ്റെ മനസ്സിൽ അന്നേരം ഓടിക്കൊണ്ടിരുന്നത് ആ ഒരു മൂവിയിലെ ലാസ്റ്റ് BGM ആണ്. ലാ 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 ലാ. ഈ ഒരു പാത്ത് വേ അവിടെ എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇതൊക്കെ ആ മൂവിയിലുണ്ട്. പിന്നെ ഈ അടുത്ത് ഇറങ്ങിയ സുരാജ് വെഞ്ഞാറമൂടും കുഞ്ചാക്കോ ബോബനൊക്കെ ഉള്ള ഒരു മൂവി ഉണ്ടല്ലോ, അത് ഇവിടുത്തെ സൂ കാണിക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട്. ആ മൂവിയുടെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഒരു ലൈവായിട്ട് ഡബ് ചെയ്തൊരു മൂവി. ഇത് മ്യൂസിയത്തിൻ്റെ ഒരു സൈഡാണ്. ഫ്രണ്ട് ഭാഗം കുറച്ചുകൂടെ മുന്നിലേക്ക് നടക്കണം കേട്ടോ. ഇതൊക്കെ ബ്രിട്ടീഷ് ആർക്കിടെക്ചേഴ്സിൻ്റെ എന്താ പറയുക, ഭയങ്കരമായ ഒരു സംഭവം തന്നെയല്ലേ. കാണുമ്പോൾ തന്നെ അവരെ ഒന്ന് തൊഴാൻ തോന്നും. കാരണം അത്രയും അടിപൊളിയായിട്ടുണ്ട് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ഇത് 19th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ഒരു കൺസ്ട്രക്ഷനാണ്. 1855 ആണ് ഇയർ വരുന്നത്. അപ്പോഴേ ഇത്രയും അടിപൊളിയായിട്ടൊക്കെ ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണല്ലേ അവരുടെയൊക്കെ ഒരു കഴിവ്. ഇതാണ് സൂവിൻ്റെ എൻട്രൻസ്. മ്യൂസിയത്തിൻ്റെ ആ ഒരു കോമ്പൗണ്ട് തന്നെയാണ് സൂവും വരുന്നത്. സൂവിൻ്റെ അകത്തുള്ള ബൈറ്റ്സ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ മ്യൂസിയത്തിൻ്റെ ആ കോമ്പൗണ്ട് തന്നെയുള്ള കുറേ കാര്യങ്ങളാട്ടോ. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ മ്യൂസിയമാണ്. അതിൻ്റെ എല്ലാ ഒരു ഇംഗ്ലീഷ് ടച്ച് ഉണ്ട്. ബ്രിട്ടീഷേഴ്സ് ആണോ പോർച്ചുഗീസ് ആണോ എന്നറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. എന്തായാലും യൂറോപ്യൻസ് ആണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ടച്ച് എല്ലായിടത്തും വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അവിടുന്ന് ഒരു ഫ്രണ്ടിനെ കിട്ടി. പുള്ളിക്കാരത്തിൻ്റെ പേര് എൻ്റെ അടുത്ത് മറന്നുപോയി. അവർ നോർവേയിൽ നിന്നാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. സോൾട്ട് ആൻഡ് പെപ്പർ മൂവിയിൽ ശ്വേത മേനനും ലാലും കൂടെ സംസാരിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ വെച്ചിട്ടാണ് പറയുന്നത് സ്മാർട്ട് ബോയ് എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗില്ലേ, അത് ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്നാണ് സാറിനോട് ഇരുന്നത്. ആ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ ഇടാം കേട്ടോ. സോൾട്ട് ആൻഡ് പേപ്പറിലെ സീൻസൊക്കെ വെച്ചിട്ട് കോപ്പിറൈറ്റ് അടിക്കും, എന്നാലും ഇട്ടേക്കാം. പിന്നെ റീൽസ് ഉണ്ട് കേട്ടോ. പിന്നെ മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഉച്ചരയൊക്കെ ആയപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി മദേഴ്സ് വെജ് പ്ലാസയിലേക്ക് വെച്ച് പിടിച്ചു. വിശന്നിട്ടാണ് ആ ഓട്ടോ ഓടുന്നത്.
ഇതാണ് മദേഴ്സ് വെജ് പ്ലാസ. തിരുവിതാംകൂർ സദ്യ കഴിക്കണമെങ്കിൽ ഈ ഒരു ഹോട്ടൽ വന്നാൽ മതി. പിന്നെ അത് മാത്രമല്ല, ആയുർവേദ കോളേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ ആൻറ്റിയുടെ ഹസ്ബൻഡിൻ്റെ വക ട്രീറ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഫുഡും നല്ലതായിരുന്നു കേട്ടോ. ഇവിടുത്തേനേക്കാളും എനിക്ക് അവിടെയാണ് ഇഷ്ടപ്പെട്ടത്. ഇവിടെ 250 റുപ്പീസാണ് ഒരു സദ്യക്ക് വരുന്നത്. സന്തോഷമായോ? എന്തൊക്കെയാന്ന് പറഞ്ഞുതരുമോ? പച്ചടിയാണ്. വെള്ളരിക്ക പച്ചടി, പാവയ്ക്ക, നെല്ലിക്ക, പൈനാപ്പിൾ. ഇപ്പം വയ്ക്കുന്ന അവിയൽ, തോരൻ, കൂട്ടുകറി, ഉരുളക്കിഴങ്ങ് കൂട്ടുകറി. ഇതെല്ലാം പറഞ്ഞല്ല. ഓ, സാമ്പാർ. ഇനി അത് കഴിഞ്ഞിട്ട് രസം, മോര് നേരത്തെ പഠിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ രാത്രി ആയപ്പോൾ ഞങ്ങൾ പോത്തീസിലേക്ക് ഒന്ന് ഇറങ്ങി. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഷോപ്പിലേക്ക് ഹാൻഡ്ലൂം ഐറ്റംസ് ഒക്കെ ബാലരാമപുരത്ത് നിന്ന് പർച്ചേസ് ചെയ്തായിരുന്നു. അന്നേരം ഒന്നും വീഡിയോ എടുത്തില്ല, കാരണം വീഡിയോ എടുക്കാൻ നിന്നാൽ എൻ്റെ പർച്ചേസ് ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഇത്. പിന്നെ എൻ്റെ വീട്ടിലേക്കുള്ള കുറച്ച് ഡ്രസ്സ് ഐറ്റംസാണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട്. പോത്തീസിലെ ഓരോ കൗണ്ടറിലും ഇതുപോലെ ഗണപതി ഭഗവാനും മറ്റ് ദേവന്മാരുടെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവിടെ അവർ കച്ചവടം ചെയ്യുന്നത്. പിന്നെ കുറച്ച് സാരീസും എടുത്തു. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ഇതാണ് അവിടുത്തെ കൗണ്ടർ. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ. ട്രിവാൻഡ്രം പോത്തീസിൽ ആരൊക്കെ പോയിട്ടുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാലിക്കറ്റിൽ നിന്ന് ആരൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പോത്തീസിലെ ഷോപ്പിങ്ങോടുകൂടി ഞങ്ങളുടെ ട്രിപ്പ് അവിടെ അവസാനിക്കുകയാണ്. കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അതുകൊണ്ട് വേറൊരു സ്ഥലത്തും പോകാനൊന്നും പറ്റിയില്ല. ഇനി അതിനായിട്ട് നമ്മൾ വേറൊരു ദിവസം പോവും. അന്നേരം നല്ല ഡീറ്റെയിൽ ആയിട്ടൊരു വ്ളോഗ് ഞാൻ എടുക്കുന്നുണ്ട്. സൂവിൻ്റെ അകത്തുനിന്നൊക്കെയുള്ള വീഡിയോസൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം അതിൽ. നമ്മൾ തിരിച്ചു പോവാണ്. ട്രിവാൻഡ്രത്ത് നമ്മൾ കാലിക്കറ്റ് പോവാണ്. ബാഗൊക്കെ പാക്ക് ചെയ്തു. രണ്ടുപേരും ബാഗ് പാക്ക് ചെയ്ത് പോവാണ്. ഇനി ഒന്ന് പോത്തീസിൽ കൂടെ കയറണമെന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോകും. അപ്പോൾ ഹൗസിംഗ് ബോർഡ് ഗസ്റ്റ് ഹൗസിലെ ആളുകൾക്ക് താങ്ക് യു. കാണുന്ന എല്ലാവർക്കും താങ്ക് യു. തിരിച്ച് നമ്മൾ ബാംഗ്ലൂർ എക്സ്പ്രസ്സിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നല്ല വൃത്തിയുള്ള കോച്ചായിരുന്നു കേട്ടോ. മലബാർ മാവേലി പോലെയല്ല, അവരെ ഞാൻ തള്ളിപ്പറയില്ല കേട്ടോ, പക്ഷേ അതുപോലെയല്ല, കുറച്ചും കൂടി നല്ല വൃത്തിയുള്ള ട്രെയിൻ. പിന്നെ ഇത് കൊത്തുപൊറോട്ടയാണ് കഴിക്കുന്നത് കേട്ടോ. ട്രാവൽ ചെയ്യുന്ന ടൈമിൽ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും നമ്മൾ ട്രെയിനിൽ ഡെലിവറി ചെയ്യുന്ന സൗകര്യം ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ട്രെയിനിലത്തെ ഫുഡ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ട്രിവാൻഡ്രം സ്പെഷ്യൽ കൊത്തുപൊറോട്ടയൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദേ എവിടെയാണ് എത്തിയത് നോക്കിയേ. എവിടെ പോയാലും ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ളൊരു മനസ്സാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.